അതിഥികളെ എത്തിയ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഒരു രക്ഷാദൗത്യത്തിൽ മുൻഗണനകൾ തീരുമാനിക്കേണ്ടത് തീർച്ചയായിട്ടും ഭരണകൂടം തന്നെയാണ്. എന്ത് ചെയ്യണം, എത്രമാത്രം അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര സന്നാഹം വേണം എന്നുള്ളതൊക്കെ. ഇപ്പോൾ ഇവിടെ 3 പേർ മണ്ണിനടിയിലാണ്, പുഴയ്ക്കടിയിലാണ്, അതിലൊരു വാഹനമുണ്ട്. അവിടെ എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യണം, അപ്പോൾ എത്രമാത്രം സന്നാഹം ഒരുക്കണം എന്നുള്ളത് ആ ഭരണകൂടം കൂട്ടായാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഉന്നതതല യോഗത്തിന് ശേഷമാണ് ഇത് രക്ഷാദൗത്യം തുടരുമെന്ന് പറയുന്നത്. അപ്പോൾ സാധ്യതകൾ പിന്നെ ഇനിയും ഉണ്ടാകാം. റോബോട്ടിക്സ് കൊണ്ടുവരാം, ഇപ്പോൾ ഫ്ലോട്ടിംഗ് JCB കൊണ്ടുവരുന്നു, മറ്റ് ഡ്രഡ്ജർ കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നു. ഇവിടെ അത് ആ ഭരണകൂടത്തിൻ്റെ ഒരു വിവേചനാധികാരത്തിന് വിടുകയല്ലേ ഇപ്പോൾ നമ്മൾ വേണ്ടത്? ഭരണകൂടമാണ് തീരുമാനം എടുക്കേണ്ടത്. നമ്മളൊരു ആധുനിക സമൂഹത്തിലായതുകൊണ്ട് തന്നെ ആ ആധുനിക സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത് നമ്മുടെയൊക്കെ ഉത്കണ്ഠകളോ ആഗ്രഹങ്ങളോ അല്ല, ഭരണകൂടമാണ്. പക്ഷേ നമ്മുടെ ഉത്കണ്ഠകളെയും ആഗ്രഹങ്ങളെയൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഒരു ജനാധിപത്യ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഒരു ഡെമോക്രാറ്റിക്കായ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ഉത്കണ്ഠകളെ, ജനങ്ങളുടെ ആഗ്രഹങ്ങളെ ഉൾക്കൊള്ളുന്നതായിരിക്കണം. ഇവിടെ ബ്രിഗേഡിയർ ഡോക്ടർ മോഹൻ പിള്ള പറഞ്ഞതുപോലെ ഇതിനുള്ള ഇച്ഛാശക്തിയുണ്ടോ, പ്ലാനിംഗ് ഉണ്ടോ, ഈ കാര്യങ്ങളാണ്. ഇത് 13ാം നാളാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. അജിംസെ, ഈ 13 ദിവസങ്ങൾക്ക് നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഞങ്ങളൊക്കെ കറക്റ്റാണ് എന്ന്. ഇത് ഒരു സ്റ്റേറ്റിൻ്റെ പരാജയത്തെക്കാളേറെ നമുക്ക് ഇത്തരം ദുരന്തങ്ങളെ നേരിടുന്നതിലുള്ള നമ്മുടെ സംവിധാനത്തിൻ്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പരാജയമായിട്ട് നമ്മളിത് കാണണം. ഇപ്പോൾ കൂടുതൽ ഉയർന്ന സാങ്കേതിക സൗകര്യങ്ങൾ, ആർമിയുടെ തന്നെ സേവനം, ഇതെല്ലാം തന്നെ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് ഇടപെടാൻ കഴിഞ്ഞില്ല എന്നുള്ള ചോദ്യം ന്യായമല്ലേ? അത് രാഷ്ട്രീയമാണോ? അത് രാഷ്ട്രീയമാണെങ്കിൽ അത് വളരെ മാനുഷികമായൊരു രാഷ്ട്രീയമാണ്, അല്ലാതെ അത് കക്ഷി രാഷ്ട്രീയമല്ല. ഏതെങ്കിലും അവിടെ ഭരിക്കുന്ന ഒരു കക്ഷിയെ അപകീർത്തിപ്പെടുത്താനല്ല നമ്മളാരും ഈ കാര്യം പറയുന്നത്. സ്റ്റേറ്റിന് ഇതിനുള്ള പ്ലാനിംഗ് ഉണ്ടോ? നമ്മളിപ്പോൾ കവളപ്പാറ ഉൾപ്പെടെയുള്ള നിരവധി ദുരന്തങ്ങൾക്ക്, മണ്ണിടിച്ചിലുണ്ടാക്കിയ ദുരന്തങ്ങൾക്ക് സാക്ഷിയായ ആളുകളാണ്. അവിടെയൊക്കെ നമ്മൾ നടത്തിയ ഈ ദുരന്ത നിവാരണ പ്രവർത്തനം, രക്ഷാദൗത്യമുണ്ട്. അത് നമ്മുടെ തന്നെ അനുഭവങ്ങളാണ്. 360 ആളുകളെ തുടർച്ചയായി അവിടെ മണ്ണ് നീക്കാനും ഈ ആളുകളെ കണ്ടെത്താനും ഒക്കെ നമ്മൾ അവിടെ വിന്യസിച്ച്, അതിനുവേണ്ടി എന്താണ് സ്റ്റേറ്റും രാഷ്ട്രീയ നേതൃത്വവും പൊതുസമൂഹമൊക്കെ ഒന്നിച്ച് നിന്ന് പ്രവർത്തിച്ച അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ കർണാടകയിൽ ഇപ്പോൾ അഭിജിത്ത് ഇവിടെ എന്താണ് ആവശ്യപ്പെടുന്നത്, അവകാശപ്പെടുന്നത് എന്താണ്? 16-ാം തീയതി മുതൽ തന്നെ. പക്ഷേ നമ്മളെല്ലാവരും എന്താണ് ഇവിടുത്തെ MP, ഇപ്പം ബഹുമാനപ്പെട്ട MK രാഘവൻ, അദ്ദേഹം എന്താ പറഞ്ഞത്, മാധ്യമങ്ങളോട് എന്താ പറഞ്ഞത്? ഇത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം, അവർക്കാണ് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഉത്തരവാദിത്വം എന്നാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പോലുള്ള ഒരാൾ അങ്ങനെ പറയേണ്ട ഒരു നിസ്സഹായതയിലേക്ക് രാഘവനെ പോലുള്ള ഒരു ജനപ്രതിനിധി എത്തിച്ചെന്താണ്? കർണാടക സ്റ്റേറ്റ്, കർണാടക ഗവൺമെൻറ് വേണ്ടത്ര രീതിയിൽ ഈ കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നൊരവസ്ഥ പൊതുവേ പുറത്തു വന്ന ഒരു സന്ദർഭത്തിലാണ് രാഘവൻ പോലും എന്താണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ഒരു ആളാണ് ഈ ഇതിൽപ്പെട്ടിരിക്കുന്നത്. കേരളമാണെങ്കിൽ അർജുന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള വികാരപരമായ ഒരു അവസ്ഥ നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ടി വന്നുകൊണ്ടാണ് കർണാടക സ്റ്റേറ്റ് വേണ്ട രീതിയിൽ ഈ കാര്യത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഇനീഷ്യേറ്റീവ് കാണിക്കുന്നില്ല എന്നൊരവസ്ഥയുണ്ടായി. അതുകൊണ്ടാണ് രാഘവൻ പറഞ്ഞത് ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഉത്തരവാദിത്തമല്ല, ഇത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രശ്നമാണ്. ഇതിങ്ങനെ തർക്കിക്കേണ്ട ഒരു സമയമല്ല. ഇവിടെ മോഹൻപിള്ള പറഞ്ഞത് തന്നെയാണ് പ്രശ്നം. നമുക്കതിനുള്ള ഇച്ഛാശക്തിയുണ്ടോ? നമ്മൾ എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്? മനുഷ്യ ജീവൻ രക്ഷിക്കണോ? അതിനുള്ള റിസോഴ്സ് സ്റ്റേറ്റ് കണ്ടെത്തുമോ? സ്റ്റേറ്റ് അതിന് ചിലവാക്കും. ഇപ്പോൾ ഇവിടെ പ്രളയം, വലിയ പ്രളയം, 2 പ്രളയങ്ങളെ അഭിമുഖീകരിച്ച ഒരു ജനതയാണ് കേരളം. അങ്ങനെ എന്താണ് നമ്മുടെ തന്നെ ഒരു സമകാലീന ഇന്ത്യയുടെ ഒരു ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങൾക്കിരയായ ഒരു ജനതയാണ് നമ്മൾ അതിനെയൊക്കെ എങ്ങനെയാണ് അതിജീവിച്ചത്? സ്റ്റേറ്റും ജനങ്ങളും എല്ലാം ഒന്നിച്ചു നിന്ന് അതിനെ ആ രക്ഷാദൗത്യ പ്രവർത്തനം നടത്തിയത് കൊണ്ടാണ്. ആ രക്ഷാദൗത്യ പ്രവർത്തനം നടത്തുമ്പോൾ നമ്മളെടുക്കുന്ന ഹെലികോപ്റ്ററുകളുടെ ചെലവിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. നമ്മളിവിടെ ആളുകൾക്ക് ദുരന്തത്തിൽപ്പെട്ടുപോയ ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനും അവരെ താമസിപ്പിക്കാനൊക്കെയുള്ള സൗകര്യം ഉണ്ടാക്കുമ്പോൾ, രക്ഷാപ്രവർത്തകരെ കൂട്ടമായിട്ട് ഈ ദുരന്തഭൂമിയിലേക്ക് അയക്കുമ്പോൾ അതിൻ്റെ ചെലവിനെക്കുറിച്ചല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്ത്. അപ്പോൾ സ്റ്റേറ്റിന്, ഒരു ആധുനിക സ്റ്റേറ്റിന് ഈ കാര്യങ്ങളിൽ ഒരു പ്ലാനിംഗ് ഉണ്ടാവണം. പ്ലാനിങ് മാത്രമല്ല, മനുഷ്യജീവനോടുള്ള ഉത്തരവാദിത്വവും അത് അവരിലുണ്ടാക്കുന്ന ഒരു ഇച്ഛാശക്തി ഉണ്ടാക്കണം. ആ ഇച്ഛാശക്തിയോടെ പ്രവർത്തിച്ച് ചിലപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് വരാം, പക്ഷെ അങ്ങനെ പ്രവർത്തിച്ചു എന്ന ഒരു തോന്നൽ നമുക്കിപ്പോൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് എന്തിനാണ് 3:30-ക്ക് രക്ഷാപ്രവർത്തനങ്ങൾ നിർത്തിവെച്ചത്? IBയിൽ ഒരു മന്ത്രി വന്ന് യോഗം നടക്കുന്നു. ആ യോഗത്തിന് ശേഷമാണ് ഇനിയുള്ള ഭാവി പരിപാടി എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മളിൽ ഉണ്ടാക്കുന്ന ആശങ്കയുണ്ട്. കാരണം നമുക്ക് നഷ്ടപ്പെട്ടു പോയവരെ അവർ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുന്നവരാണ്. അത് കർണാടകയിലെ 2 പേരായാലും കേരളത്തിലെ അർജുനായാലും കാത്തു നിൽക്കുന്നവരാണ്. അപ്പോൾ മനുഷ്യജീവനാണ് പ്രശ്നം. ആ രീതിയിൽ ആ വിഷയത്തെ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിലൊരു രാഷ്ട്രീയവുമില്ല. സ്റ്റേറ്റ് ആരായാലും അവിടെ ഭരിക്കുന്നത്, ഇപ്പം ഒരു കോൺഗ്രസ് അല്ലാത്ത സ്റ്റേറ്റ് ആണെങ്കിൽ ഇതേ വിമർശനങ്ങൾ നമ്മളെല്ലാവരും ഉന്നയിക്കും. അത് അഭിജിത്തായിരിക്കും അതിലേറ്റവും മുന്നിലുണ്ടാവുക എന്നുള്ളതും നമുക്കറിയാം. സ്റ്റേറ്റ് വേണ്ടത്ര ഒരു
പദ്ധതിയോടുകൂടി, ഒരു ആസൂത്രിതമായ ഒരു പദ്ധതിയോടുകൂടി, വേണ്ടത്ര ഒരു ഇച്ഛാശക്തിയോടുകൂടി രക്ഷാപ്രവർത്തനങ്ങൾ ഇടപെടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അത് തുടക്കം മുതലേ ഉള്ള ഒരു പ്രശ്നമാണ്. ഇപ്പോഴും അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.